പഠിക്കുന്ന കുട്ടികളെ ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികളെ എട്ടെടുക്കണ എങ്ങനെയാണെന്ന് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോവാണേ. നിങ്ങൾ ഇവിടുന്ന് നമസ്കാരം, ഞാൻ നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു 8 എങ്ങനെ എടുക്കാം എന്നതിനെ പറ്റിയാണ്. പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു, ഒരു 8നെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. 8 എങ്ങനെ പാസ്സാകാം ഇതിനെ പറ്റിയാണ്. ആദ്യം ഞാൻ വണ്ടി എടുത്ത് കാണിച്ചു തരാം, അതായത് പഠിപ്പിക്കുന്ന ഒരാളിനെ കൊണ്ട് എടുപ്പിക്കാം. അതിനുശേഷം നിങ്ങളെ വീഡിയോ കാണുക, അതിനുശേഷം ഞാൻ അത് പറഞ്ഞു തരാം. ഏത് തൂണിൻ്റെ അവിടെ നമ്മൾ തിരിയണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ഫെയിലാകാതെ നമുക്ക് പാസ്സാകാം എന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് വീഡിയോ കാണാം. അത്രയും വൈഡായിട്ട് പോയി നമ്മൾ 8 എടുക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് വേണം. സ്പേസ് എടുത്ത് കയറുവാണെങ്കിൽ നമുക്ക് ബാലൻസ് ആയിട്ട് നമുക്ക് കമ്പിയുടെ ഉള്ളിലോട്ട് കയറാൻ പറ്റും. നമ്മൾ സ്പേസ് ഇല്ലാണ്ട് ഒരു ചെറിയൊരു വട്ടം എടുത്ത് കയറുകയാണെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഞാൻ കണ്ടേക്കണത് ബാലൻസ് മാക്സിമം ഏരിയ യൂസ് ചെയ്തിട്ട് കയറാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കമ്പികളുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ 2 കമ്പിയുടെ നടുവിലൂടെ കയറിയിട്ട് ഈ 2 കമ്പിയുടെ സെന്റർ ചേർത്ത് ഇടുന്നുണ്ട്. ഈ സെന്റർ ചേർത്തിട്ട് നമ്മുടെ ഈ 2 കമ്പികളുടെ നടുവിലൂടെ ചേർത്ത് ഈ 2 കമ്പികളില്ലേ വെളിയിലിരിക്കുന്ന കമ്പിയുടെ സൈഡ് ചേർത്തെടുക്കണം. ചേർത്തെടുത്തിട്ട് കാല് വലതുകാല് വൈഡായിട്ട് വെക്കണം അല്ലേ? വലതുകാല് വൈഡായിട്ട് വെച്ചോണ്ട് കാലിൽ പതുക്കെ ലാസ്റ്റ് കമ്പി അല്ലേ? ലാസ്റ്റ് കമ്പിയുടെ എടുത്തിട്ട് വന്നിട്ട് ആ ഇല കിടക്കുന്നിടത്ത് വന്ന് പിടിക്കുക. ആ ഒരു ഡിസ്റ്റൻസ്. പിന്നെ നമ്മുടെ ഐഡിയക്ക് വേണ്ടിട്ട് ആ ഇല ഇട്ടേക്കുന്നത് അല്ലേ? അപ്പൊ ആ കമ്പിയുടെ അടുത്തോട്ട് വരിക. ഇവിടുന്ന് വളച്ചിട്ട് പിന്നെ നമ്മള് നേരത്തെ കയറിയ പോലെ തന്നെ ഇതിന്റെ സെന്റർ സെന്റർ ഇരിക്കുന്ന വലിയ വീതിയുള്ള ആ ഗ്യാപ്പിന്റെ സെന്ററിൽ കൂടെ തന്നെ ഈ 2 കമ്പിയുടെ ഇങ്ങനെ വന്നിട്ട് സെന്ററിൽ കൂടെ വന്നിട്ട് ഈ 2 കമ്പിയുടെ സെന്ററിൽ കൂടെ തന്നെ സൈഡിലോട്ട് പോകാൻ പാടില്ല. സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റോട്ട് ഒരുപാട് വളയ്ക്കേണ്ടി വരും, വണ്ടി മറിയേണ്ടി കൺട്രോൾ പോകും. അപ്പൊ അതുകൊണ്ട് സെന്ററിൽ കൂടെ തന്നെ വന്നിട്ട് അത് സെന്ററിൽ കൂടെ തന്നെ അല്ലേ? അത്ര നല്ലത്. സെന്ററിൽ കൂടെ വരുവാണെങ്കിൽ അത്ര നല്ലത്. ടെസ്റ്റ് ഗ്രൗണ്ട് പല രീതിയിലായതുകൊണ്ട് നമുക്ക് സെന്ററിൽ കൂടെ ഇറങ്ങി പോകണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കിട്ടും. അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രീതിയിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് 8 സിമ്പിൾ ആയിട്ട് പാസ്സാകാം. എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഏരിയ യൂസ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വെട്ടിക്കലും അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.